പെരിയാറിലെ മത്സ്യക്കുരുതി അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ച് ഹൈക്കോടതി. സമിതി അംഗങ്ങൾ പ്രദേശം സന്ദർശിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. എബി തന്നെ വിവരങ്ങൾ നൽകും. എബി, പെരിയാറിലെ മത്സ്യക്കുരുതി പല തരത്തിലുള്ള വകുപ്പുകൾ അന്വേഷിച്ചിരുന്നു. എന്നാൽ പരസ്പരം പഴിചാരുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി രൂപീകരിച്ച ഈ സമിതിയുടെ ഘടന എങ്ങനെയാണ്? ഹൈക്കോടതി ഇതിൽ നിർണായകമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നു. അതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പെരിയാറിലെ മത്സ്യക്കുരുതി അത് അടിക്കടി ഉണ്ടാകുന്ന ഒരു സംഭവം കൂടിയാണ്. അതിൻ്റെ ഗൗരവം കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ മത്സ്യക്കുരുതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ ഹൈക്കോടതി രൂപീകരിച്ചിരിക്കുന്നു. പരിസ്ഥിതി സെക്രട്ടറി, കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ അംഗങ്ങൾ, ഒപ്പം തന്നെ അമിക്കസ് ക്യൂറി, ഹർജിക്കാരുടെ പ്രതിനിധികൾ എന്നിവരാണ് ഈ സമിതിയിൽ അംഗങ്ങളായിട്ടുണ്ടാവുക. സമിതി പ്രദേശം സന്ദർശിക്കുകയും അവിടെ നിന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് തെളിവെടുത്ത് കോടതിക്ക് സമർപ്പിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി. പെരിയാറിലേക്ക് രാസമാലിന്യം തള്ളുന്നത് തടയണമെന്ന ഹർജികളിലായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ ഒരു നിർണായകമായിട്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നേരത്തെ ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയൊരു മത്സ്യക്കുരുതിയാണ് കഴിഞ്ഞ ദിവസം അവിടെ പെരിയാറിൽ നമ്മൾ കണ്ടത്. അതിനു മുമ്പ് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് 90കളിൽ തന്നെയായിരുന്നു. അതിൽ വലിയ രീതിയിൽ ഏതാണ്ട് 8 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള മത്സ്യസമ്പത്ത് അന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും പ്രധാനമായും ആക്ഷേപം ഉയർന്നത് ഈ പെരിയാറിന് തീരത്തുള്ള ഫാക്ടറികൾക്കെതിരെ തന്നെയായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും അന്ന് ഉണ്ടായിരുന്നില്ല. അതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഒരു തരത്തിലുള്ള നടപടിയും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്ക് നോട്ടീസ് നൽകാൻ എന്തായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തീരുമാനിക്കുകയും അത്തരത്തിലുള്ള നടപടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഇടപെടൽ എന്തായാലും നടത്തിയിരിക്കുന്നത്. അവിടെ പോയി ഇത്തരത്തിൽ സാമ്പിൾ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ സാമ്പിൾ ശേഖരിച്ചില്ലെങ്കിൽ അതിൽ ഒരുപാട് തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണ സമിതി എന്ത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും നൽകുകയെന്ന് ഇനി കാത്തിരുന്നു കാണാം.